അങ്ങ് എൻ്റെ വീട്ടിൽ വരേണ്ട, ഈ വഴിയിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. എൻ്റെ പുരയ്ക്കകത്ത് അങ്ങയുടെ പാദം കുത്തുവാൻ കർത്താവെ ഞാൻ പോരാത്തവനാണ്. ഇത് ഭയം കൊണ്ട് പറഞ്ഞതൊരു വാക്കായിരുന്നില്ല. യേശുവിൻ്റെ അധികാരത്തെ തിരിച്ചറിഞ്ഞ ഒരു ഹൃദയത്തിൽ നിന്നും ഉയർന്നു വന്ന വിനയത്തിൻ്റെ വാക്കുകളായിരുന്നു. അതിവിനയമെന്ന് നമുക്ക് തോന്നാം, പക്ഷെ ആ വിനയപൂർണമായ വാക്കിനെ ഇസ്രയേലിൽ പോലും കാണാത്ത വലിയൊരു വിശ്വാസമായി എൻ്റെ യേശു ശബ്ദമുയർത്തി പ്രഖ്യാപിച്ചു. ഇന്ന് രാവിലെ ദൈവാലോചന കേൾക്കാനിരിക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിന്റെ വിനയം നിറഞ്ഞ വാക്കുകൾ വിശ്വാസമായി കർത്താവ് ഏറ്റെടുക്കുന്നു. നീ ചിന്തിക്കാത്ത ദൈവപ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ ഇന്ന് രാവിലെ സംഭവിപ്പാൻ പോകുന്നു. ഇന്നത്തെ ദൂത് ഭയങ്കരമായി നിങ്ങളെ തൊടാൻ പോകുന്ന ദൈവശബ്ദമാണ്. എല്ലാവരും ആദ്യോടെ ഇത് കേൾക്കണം. പ്രാർത്ഥനയോടെ ഞാൻ ക്ഷണിക്കട്ടെ എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ മുൻപാകെയുള്ള നിങ്ങളുടെ വിനയത്തെ ദൈവം ഒരു വിശ്വാസമായി അംഗീകരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് വിശ്വാസത്തോടെ സംസാരിക്കണം പാസ്റ്ററെ, അതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. കർത്താവെ, അങ്ങേക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് വിനയപൂർവ്വം പ്രഖ്യാപിക്കുമ്പോൾ അത് വിശ്വാസ പ്രഖ്യാപനമായി മാറുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം. യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ടു തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രയേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ഇസ്രയേലിൽ കൂടെ ഇങ്ങനെയുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നം ദൈവത്തെ അത്ഭുതപ്പെടുത്തുന്നില്ല. ദൈവക്കുഞ്ഞെ, നിന്റെ ഉപവാസം ദൈവത്തെ അത്ഭുതപ്പെടുത്തുന്നില്ല. നിങ്ങൾ പാടുന്ന പുതിയ 10 പാട്ടുകൾ ദൈവത്തെ ഒരു വിധത്തിലും എക്സൈറ്റഡ് ആക്കുന്നില്ല. പക്ഷെ നീ പറയുന്ന നിന്റെ വിനയത്തിന്റെ ഭാഷ ദൈവസന്നിധിയിൽ കർത്താവിനെ ആശ്ചര്യപ്പെടുത്തും. ഹല്ലേലൂയ. നീ പറയുന്ന വിശ്വാസത്തിന്റെ വാക്ക് നിന്റെ വിനയത്തിന്റെ ഭാഷയിൽ നിന്നും ഫോം ചെയ്യുന്നതാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ടു. എനിക്ക് ഈ വചനം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവരും യേശുവിനെ കണ്ട് ആശ്ചര്യപ്പെടുന്ന ലോകത്ത് യേശു ചെയ്യുന്ന പ്രവർത്തികൾ കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെടുമ്പോൾ, യേശുവിനെ ഒരു വിസ്മയമായി എല്ലാവരും നോക്കിക്കാണുമ്പോൾ, യേശു ഒരാളെ കണ്ടു അത്ഭുതപ്പെടുകയാണ്. ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ ലൈഫിലും ഇതുപോലൊരു ചാൻസ് നിനക്ക് ഒരുക്കാൻ കഴിയും. യേശു ഒരു ശതാധിപനെ കണ്ടാണ് ഇവിടെ അത്ഭുതപ്പെടുന്നത്. കർത്താവിനെ ആശ്ചര്യപ്പെടുത്തുവാൻ നിങ്ങളൊരു പാസ്റ്റർ ആകേണ്ടതില്ല. യേശുവിനെ ആശ്ചര്യപ്പെടുത്തുവാൻ നിങ്ങളൊരു പള്ളിയിലച്ചനാകേണ്ടതില്ല. യേശുവിനെ ആശ്ചര്യപ്പെടുത്താൻ നിങ്ങളൊരു ബിഷപ്പ് ആകേണ്ടതില്ല. നിങ്ങളൊരു സാധാരണ മനുഷ്യനായി ദൈവം മുമ്പാകെ വിനയത്തിന്റെ ലാംഗ്വേജ് ഉപയോഗിച്ചാൽ മതി. കർത്താവ് ഇന്നും ആശ്ചര്യപ്പെടും. ആമേൻ. ആ കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. വിനയത്തിന്റെ ഭാഷ കർത്താവിനെ ആശ്ചര്യപ്പെടുത്തുന്നു. ഇന്നും ദൈവം അന്വേഷിക്കുന്നത് വലിയ 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 പേരുകളെയല്ല. ദൈവം അന്വേഷിക്കുന്നത് വലിയ വലിയ വേദികളെയല്ല. ദൈവം അന്വേഷിക്കുന്നത് വലിയ വലിയ അവകാശവാദങ്ങളെയല്ല. ദൈവം അന്വേഷിക്കുന്നത് വലിയ വലിയ കഴിവുകളെയല്ല. ദൈവം മുമ്പാകെ വിനയാന്വിതനായി നിൽക്കുന്ന ഒരു മനുഷ്യനെ ദൈവം ഇന്ന് പകൽ അന്വേഷിക്കുകയാണ്. അവിടെ നിന്നാണ് അത്ഭുതങ്ങൾ ജനിക്കുന്നത്. കാരണം വിശ്വാസം സമയം വിനയമെന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മെസ്സേജ്. നിന്റെ ദൈവസന്നിധിയിലുള്ള വിശ്വാസത്തിന്റെ അളവ് നിന്റെ വിനയത്തിന്റെ അളവാണ്. ആമേൻ. സ്വർഗത്തെ ഭൂമിയിലേക്ക് വലിച്ചിറക്കാൻ മനുഷ്യ ഹൃദയത്തിനകത്ത് ദൈവസന്നിധിയിൽ നമുക്കുള്ള ഒരേ ഒരു പിടിവള്ളി എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും നിശബ്ദമായ ശക്തി എന്ന് പറയുന്നത് ദൈവത്തെ സ്വാധീനിക്കുന്ന വിധത്തിൽ ഈ വിനയാന്വിതമായ ഒരു മനോഭാവത്തോടെ നിൽക്കുക എന്നുള്ളതാണ്. ദൈവത്തെ സ്വാധീനിക്കുന്ന വലിയ മന്ത്രങ്ങളൊന്നും ലോകത്തൊന്നുമില്ല. അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. ആ മന്ത്രം അറിഞ്ഞാൽ ദൈവത്തെ പിടിക്കാമായിരുന്നു. നോ, എൻ്റെ ദൈവം അങ്ങനെ ഒരു കോഡ് ഭാഷയ്ക്കകത്ത് വീഴുന്നവനൊന്നുമല്ല. പക്ഷേ ആത്മാർത്ഥമായ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വരുന്ന യാഥാർത്ഥമായ വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷ, അങ്ങനെ സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും ഉള്ളുള്ള ഒരു മനുഷ്യനെ പോലെ കർത്താവിനെ സ്വാധീനിക്കാൻ കഴിയുന്ന വേറെ ഒരാളും ലോകത്തില്ല. ഒരഭിഷക്തനും ലോകത്തില്ല. ഒരു സിദ്ധനും ലോകത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ കർത്താവിനോട് നിങ്ങൾ കാണിക്കുന്ന വിനയം, യേശുവിനോട് നിങ്ങൾ ആ വിനയത്തിൽ നിന്നും പറയുന്ന വാക്കുകൾ, അത് വിശ്വാസമായി എൻ്റെ കർത്താവ് ഏറ്റെടുക്കുകയാണ്. ബൈബിൾ ഇവിടെ നമ്മളോട് പറയുന്നു, യേശു പറയുന്നു, ഇങ്ങനെയുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. യേശു അവങ്ങൾ ആശ്ചര്യപ്പെട്ടു, ഇങ്ങനെയുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കുഞ്ഞെ, യേശുവിൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ച ഇങ്ങനെയുള്ള വിശ്വാസം എന്താണെന്നും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നാം വിനയത്തെക്കുറിച്ച് പഠിച്ചു. നമ്പർ 2, ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മളോട് പറയുന്നു, ഈ വിശ്വാസം എന്നെ ആശ്ചര്യപ്പെടുത്തും. എങ്ങനെയുള്ള വിശ്വാസം?
നമ്പർ 2, യേശുവിൻ്റെ അധികാരത്തെ പൂർണ്ണമായി തിരിച്ചറിയുന്ന വിശ്വാസമാണത്. അതുകൊണ്ടാണ് ആ മനുഷ്യൻ പറഞ്ഞത്, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഇതാണ് അവിടുത്തെ കീ. അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്ന് ആ മനുഷ്യൻ പറയുന്നത്? അവൻ യേശുവിൻ്റെ അധികാരത്തെ പൂർണ്ണമായി തിരിച്ചറിഞ്ഞിരുന്നു. ആമേൻ. നിന്റെ വീടിനകത്തേക്ക് ദുഷ്ടൻ കയറി വരുന്നു, നിന്റെ വീടിനകത്തേക്ക് പ്രശ്നം വരുന്നു, നിനക്ക് അത് വരാൻ പോകുന്നു. ഇത് നോ, എൻ്റെ കർത്താവ് പരമാധികാരിയാവേ, എൻ്റെ കർത്താവ് സർവശക്തനാണെന്നേ, എൻ്റെ യേശു എന്നെ കൈവിടുകയില്ലെന്നേ, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നേ. അവൻ്റെ ഒരു വാക്ക് കിലോമീറ്ററുകൾക്ക് അകലെ കിടക്കുന്ന, രാജ്യങ്ങൾക്ക് അപ്പുറത്ത് കിടക്കുന്ന പ്രശ്നങ്ങളെ പോലും ചലിപ്പിക്കാനും ബന്ധിപ്പാനും പര്യാപ്തമാണ്. ആമേൻ. മല പോലെ വരുന്ന വിഷയം പോലും നിന്റെ മുമ്പിൽ ഒരു അപ്പൂപ്പൻ താടി പോലെ പറന്നു മാറും. തിര പോലെ ഇരച്ചു കയറി വരുന്നത് നിന്റെ മുമ്പിൽ കെട്ടടങ്ങും. ആളിക്കത്തുന്ന തീജ്വാല ഒരു തിരിവിളക്കിൻ്റെ അറ്റത്തെ കുഞ്ഞു തിരുനാളം പോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് പ്രകാശമായി നിന്ന് കത്തും. ദഹിപ്പിക്കാൻ വരുന്ന തീജ്വാലയെ നിന്റെ വഴിവിളക്കാക്കാൻ പ്രാപ്തനായവൻ്റെ പേരാ നസ്രയനായ യേശു. ഇതൊക്കെ ഒന്ന് ഉള്ളിലോട്ടൊന്ന് പിടിച്ചെടുത്ത് ഇന്ന് രാവിലെ ഒന്ന് ബലപ്പെട്ടെ. എന്തൊക്കെയോ ജീവിതത്തിനകത്ത് പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് നന്മയ്ക്കാക്കി വ്യാപരിപ്പിക്കുകയാണ്. എന്തൊക്കെയോ തലപോകുന്ന പ്രശ്നങ്ങൾ നിന്റെ തലയെടുപ്പിനുള്ളതായ തല ഉയർത്തുവാനുള്ള ഒരു അനുഗ്രഹീത നിമിഷത്തിന് ദൈവം മുഖാന്തരമാക്കി മാറ്റുകയാണ്. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറ. യേശുവിൻ്റെ ജീവിതത്തിനകത്തേക്ക് ആഴമായി ഇടപെടുകയാണ്. ഇങ്ങനെയുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. എന്താണ് ആ വിശ്വാസത്തിന്റെ പ്രത്യേകത? രണ്ടാമത്തെ പ്രത്യേകത, അത് കാണാതെ വിശ്വസിക്കുന്ന വിശ്വാസമാണ്. യേശുവിൽ വീട്ടിൽ വരണമെന്നോ, യേശു രോഗിയെ തൊടണമെന്നോ, യേശു ഒരു അടയാളം കാണിക്കണമെന്നോ ഒന്നും ആവശ്യപ്പെട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന ദൈവപ്രവൃത്തി നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിന്റെ ഒരുക്കമോ പരിപാടിയോ ഒന്നും ഇല്ല എങ്കിൽ പോലും എൻ്റെ ദൈവം എനിക്ക് വിടുതൽ തരാൻ മതിയായവനാണ്. നീ വിശ്വാസം അർപ്പിക്കുക, കർത്താവിലുള്ള വിടുതൽ നീ കണ്ടിരിക്കും. കർത്താവേ, ഇപ്പോൾ വാക്കു വേണ്ട, അങ്ങ് വരേണ്ടതില്ല, കാര്യങ്ങളൊന്നും വേണ്ട, അങ്ങാണ് എൻ്റെ ആശ്രയം. അങ്ങയുടെ ഒരു വാക്കിനാൽ കാര്യങ്ങൾ നടക്കും. അതായത് സാഹചര്യം ഒരുങ്ങിയാലും ഇല്ലേലും, ഒരു മാറ്റവും അനുകൂലമായി കാണുന്നുണ്ടെങ്കിലും ഇല്ലേലും, എൻ്റെ ദൈവം പ്രവർത്തിപ്പാൻ മതിയായവനാണെന്നുള്ളതായ ധൈര്യവും ബോധ്യവുമാണ് ഈ വിശ്വാസത്തിൻ്റെ പ്രത്യേകത. ആമേൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മേഘങ്ങൾ കാണുകയില്ല, പക്ഷേ താഴ്വരയിൽ കുഴികളെ വെട്ടുക, അത് വെള്ളം കൊണ്ട് നിറയുമെന്ന് പറഞ്ഞ ഏലീശായെ പോലെ ഇന്ന് രാവിലെ സാഹചര്യങ്ങൾക്കകത്ത് മാറ്റങ്ങളൊന്നും ഇല്ലായെങ്കിലും പരിശുദ്ധാത്മാവിനാൽ ധൈര്യപ്പെട്ടുകൊണ്ട്, ഹല്ലേലൂയ, നിന്റെ മുൻപിലുള്ളതായ സാഹചര്യത്തിനകത്ത് ദൈവം വലിയൊരു കാര്യം ചെയ്യുമെന്നുള്ള ഉറപ്പോടുകൂടെ മുന്നോട്ടേക്ക് നീങ്ങുക. ഒരു മഹാദൈവ പ്രവൃത്തിയെ നിങ്ങൾ നിശ്ചയമായും കണ്ടിരിക്കും. ആമേൻ. ഇവിടെ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിന്റെ ഇന്നത്തെ വിഷയത്തിൻ്റെ ഉത്തരം ഞാൻ സൃഷ്ടിക്കുന്ന വേളയിൽ മാറ്റങ്ങൾ പുറമേ ഒന്നും കണ്ടില്ലെങ്കിലും, ദൂരെ ട്രെയിൻ വരുമ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കാം, ഹോണടി സൗണ്ട് കേൾക്കാം, ചൂളം വിളി കേൾക്കാം. ഒരു ചൂളം വിളി കേട്ടില്ലേലും, ഒരു പ്രകമ്പന ശബ്ദങ്ങൾ ഉണ്ടായില്ലേലും ദൈവപ്രവൃത്തി നടന്നിരിക്കും. ഇടിമുഴക്കങ്ങളില്ലെങ്കിലും സൈലന്റ് ആയിട്ട് നടക്കേണ്ടത് ദൈവം എൻ്റെ ലൈഫിൽ ചെയ്യും. ചേർന്ന് ദൈവത്തിൻ്റെ സ്തോത്രം പറ. യേശു വീട്ടിൽ വരിക പോലും വേണ്ട, ഒരു വാക്കിനാൽ കാര്യങ്ങൾ നടക്കും. ആമേൻ. മൂന്നാമതായി ഇതിനകത്തുനിന്ന് എനിക്കൊരു വലിയ കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ആ മനുഷ്യൻ യേശുവിനോടൊരു കാര്യം പറഞ്ഞു, അങ്ങൻ്റെ വീട്ടിൽ പ്രവേശിക്കുവാൻ ഞാൻ പോരാത്തവനാണ്, ഞാൻ യോഗ്യനല്ല. അതിൻ്റെ അർത്ഥം സ്വന്തം അയോഗ്യത തിരിച്ചറിയുന്ന വിനയമുള്ള വിശ്വാസം അയാൾ കൊണ്ടു നടന്നു. അതായത് എൻ്റെ ജീവിതത്തിൽ അനേക കുറവുകൾ ഉണ്ടെങ്കിൽ പോലും എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി അവിടുന്ന് എനിക്കായി വെളിപ്പെടും. ആമേൻ പറയണം, ആമേൻ പറയണം. നീ ഇതിന് ആമേൻ പറയണം. ദൈവവേദലേ, ജീവിതത്തിൽ എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിൽ പോലും ഇന്ന് രാവിലെ എൻ്റെ അവസ്ഥ കണ്ട്, എൻ്റെ പ്രാർത്ഥന കേട്ട്, എൻ്റെ ദൈവം എൻ്റെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് നോക്കാതെ എനിക്ക് വേണ്ടി ഒരു വിടുതൽ ചെയ്യുന്നു. ആമേൻ. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയുവാൻ എൻ്റെ കുറവുകളെയും ചുമന്നുകൊണ്ട് വരുന്ന പിശാചിനൊന്നും ഒരു സ്ഥാനവും ദൈവം കൽപ്പിക്കുന്നില്ല. എൻ്റെ സ്വഭാവത്തെയോ എൻ്റെ ജീവിതത്തെയോ എൻ്റെ സാഹചര്യത്തെയോ ഒക്കെ ഒരു വലിയ പോരായ്മയായി ഉയർത്തി കാണിക്കുവാൻ ദുഷ്ടൻ ശ്രമിക്കുമ്പോൾ, ആ ആയുധത്തെ നിവർത്തി ഉയർത്തുവാൻ അവൻ തയ്യാറാകുമ്പോൾ, അതിൻ്റെ മുൻപിൽ ഒന്നും എൻ്റെ കർത്താവ് ഇന്ന് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വഴിമാറി പോകുന്നവനല്ല.
തിരിച്ചറിയുക. നിങ്ങൾ യേശുവിനെ മനസ്സിലാക്കുക. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് തൻ്റെ കൃപയാൽ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു. നിന്റെ ജീവിതത്തിനകത്തെ കുറവുകളല്ല ഇന്ന് രാവിലെ നിന്റെ ജീവിതത്തിനകത്തെ പൂർണ്ണതകളുമല്ല, ദൈവത്തിൻ്റെ സ്നേഹമാണ് നിന്റെ ജീവിതത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കാരണമായി തീരുന്നത്. ഇതാണ് ശക്തിയുള്ള വിശ്വാസം. ദൈവത്തിൻ്റെ ദാസനായ പൗലോസ്ലീഹ അതുകൊണ്ട് തന്നെ പറഞ്ഞു, നാമോ നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം ഇവയിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇന്ന് രാവിലെ അയോഗ്യതയുണ്ട്, അതുകൊണ്ട് ഇതെനിക്ക് ചെയ്തു തരാൻ പോകുന്നില്ല എന്ന് പറയുന്നവരുടെ ഇടയിൽ, കേൾക്കുന്ന ശബ്ദങ്ങൾക്കിടയിൽ, യോഗ്യതയില്ലെങ്കിലും അവൻ്റെ കാരുണ്യ നിമിത്തം എൻ്റെ നന്മ അടയാതെ എനിക്ക് വേണ്ടി തുറക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന നിന്റെ മനസ്സ് ഒരു ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിലേക്ക് വലിച്ചിറക്കി കൊണ്ടുവരാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകാം, കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ പൂർണ്ണത പ്രാപിപ്പാൻ എനിക്ക് സാധിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെ ഞാൻ ശ്രമിക്കുന്നു, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ പ്രവൃത്തി അങ്ങനെയൊക്കെയായി ചെയ്യുമെന്ന് ഇന്ന് രാവിലെ ഞാൻ അറിയുന്നു. ഈ ഒരു ധൈര്യമാണ് ശതാധിപൻ കർത്താവിൽ വെച്ചത്. യേശുവിനത് വളരെ ഇഷ്ടപ്പെട്ടു. ആമേൻ. നമ്മുടെ കുറവുകളെക്കാൾ അധികം ദൈവം ശക്തനാണെന്ന് വിശ്വസിക്കുക. നമ്മുടെ പോരായ്മകളെ ഉയർത്തി കാണിക്കുന്ന ഏത് മാനസിക ശബ്ദങ്ങളുടെയും ഏത് പൈശാചിക ശബ്ദങ്ങളുടെയും മുൻപിൽ വഴിമാറിപ്പോകുന്നവനല്ല നസ്രയനായ യേശുവെന്ന് നിങ്ങൾ തിരിച്ചറിയുക. കർത്താവ് ഇന്ന് രാവിലെ നിങ്ങളുടെ അവസ്ഥയ്ക്കകത്ത് നിങ്ങളുടെ കുറവുകളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി വിടുതലുകളെ ചെയ്യുന്നു. യേശു അവങ്ങൾ ആശ്ചര്യപ്പെട്ടു. ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല, ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. എന്താണ് ആ വിശ്വാസത്തിൻ്റെ പ്രത്യേകത? 4-ാമത്തെ കാരണം, ദൂരവും സാഹചര്യവും യേശുവിന് തടസ്സമല്ലെന്ന് ഉറച്ചൊരു വിശ്വാസമായിരുന്നത്. ആമേൻ, ഹല്ലേലൂയ. യേശു അടുത്തില്ലെങ്കിലും അവന്റെ വചനം പ്രവർത്തിക്കുമെന്ന ഉറപ്പ്. 100 ദൂതന്മാർ കാഹളമൂതി ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ലെങ്കിലും, എന്റെ മുമ്പിൽ കൊടുങ്കാറ്റ് വീശുകയോ ഭൂമികുലുക്കം ഉണ്ടാകുകയോ തീജ്വാല വെളിപ്പെടുകയോ മോശ കണ്ടതുപോലെ കാഴ്ച ഞാൻ കണ്ടില്ലെങ്കിലും ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കും. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവത്തിന്റെ ഉത്തരം ദൂരെ മറ്റൊരു രാജ്യത്താണ് നടക്കേണ്ടതെങ്കിലും യേശുവിന്റെ ശക്തിയാൽ അത് സംഭവിക്കും. അതാണ് വിശ്വാസം. ആമേൻ. ഇത് നിനക്ക് ഉണ്ടായി വരട്ടെ. ഇത്തരത്തിൽ കർത്താവിനെ മനസ്സിലാക്കാനുള്ള ഒരു ശേഷി ഇന്ന് രാവിലെ നിങ്ങളുടെ അകത്ത് നിറയട്ടെ. ഇതൊരു ഉത്തരമായി ഇന്ന് രാവിലെ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നു, എവിടെയൊക്കെയോ അവിശ്വാസം കയറി ഇത്തിൽ കണ്ണി പോലെ പിടിച്ചിരുന്ന മനസ്സുകൾക്കകത്ത് നിന്ന് ദൈവം അതിനെ ഇന്ന് പകൽ അഴിച്ചു മാറ്റുകയാണ്. നിങ്ങൾ ധൈര്യമുള്ള ഹൃദയത്തോടെ സമാധാനമുള്ള മനസ്സോടെ കർത്താവിനെ ഇന്ന് രാവിലെ വിശ്വസിക്കാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള വിശ്വാസം. എന്താ ഈ വിശ്വാസത്തിൻ്റെ പ്രത്യേകത? അത് അർഹതയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, അത് കർത്താവിൻ്റെ അധികാരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആമേൻ. അത് സ്വന്തം ജീവിതത്തിൻ്റെ അർഹതയെക്കുറിച്ചല്ല, കർത്താവിന് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകാൻ പറ്റുന്ന മഹാ അധികാരത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ അർഹതകളെക്കുറിച്ച് പറയണ്ട, കർത്താവിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുക. നമ്മുടെ ആരാധന, നമ്മുടെ വിശ്വാസം അത് നമ്മുടെ യോഗ്യതയിൽ നിന്നുള്ളതല്ല. അത് കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, നീ യോഗ്യൻ എന്നുള്ളതായ ക്രിസ്തു യോഗ്യതയിലാണ് അത് ഭദ്രമാക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ആ വിശ്വാസം നിങ്ങളുടെ മേൽ കത്തിക്കേറട്ടെ. ഇങ്ങനൊരു വിശ്വാസം അത് അടയാളം ചോദിക്കുന്നില്ല, അത് യേശുവിനോട് അത് തെളിവുകൾ ചോദിക്കുന്നില്ല, അടയാളങ്ങളോ തെളിവുകളോ ചോദിക്കുന്നില്ല. അത് യേശുവിനോട് പറയുന്നത് എനിക്കൊരു വാക്കുമതി എന്നാണ്. ഇങ്ങനൊരു വിശ്വാസം യേശുവിനെ വീട്ടിലേക്ക് വിളിക്കണമെന്നില്ല, യേശുവിൻ്റെ വചനം ജീവിതത്തിലേക്ക് കടന്നാൽ മതി എന്നുള്ളതായ തിരിച്ചറിവ്. ആമേൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇസ്രായേലിൽ പോലും ഇങ്ങനെയുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. കർത്താവിൻ്റെ കുഞ്ഞെ, ദൈവം നിന്നെ ബലപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ദൂതിലൂടെ നിനക്കൊരു ധൈര്യമായിരിക്കുകയാണ്. നിന്റെ പ്രശ്നത്തിൽ കർത്താവ് ഇടപെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ധൈര്യപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഐ ലവ് യു ജീസസ്. എല്ലാവരും അല്പനേരം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹോ ലോർഡ്, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നപ്പാ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, രാവിലെ ഞങ്ങളോട് സംസാരിച്ച ദൈവ ശബ്ദത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രിയപ്പെട്ട പുത്രൻ ഞങ്ങളുടെ രക്ഷകനുമായ യേശുവിൻ നാമത്തിൽ അവിടുത്തെ തിരുസന്നിധി ഞങ്ങളായിരിക്കുന്ന ഈ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറഞ്ഞ വിലപ്പെട്ട ദൈവാലോചനകളുടെ മുമ്പിൽ ഞങ്ങൾ ധൈര്യപ്പെട്ട് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കാര്യം സാധിപ്പിക്കാൻ പോകുന്നു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ പരമാധികാരം എത്ര വലുതെന്ന് ഞങ്ങൾ അറിയുന്നു. യേശുവേ, ഞങ്ങളുടെ കഴിവുകളല്ല, ഞങ്ങളുടെ പ്രാപ്തികളല്ല, അങ്ങയുടെ മികവ്, അങ്ങയുടെ ശ്രേഷ്ഠത അത് ഞങ്ങളെ ആദരിക്കും. അങ്ങേക്ക് കഴിയും കർത്താവേ. ഏത് മാരക രോഗങ്ങളാൽ വലയുന്ന മക്കളെയും വിടുവിപ്പാൻ അങ്ങേക്ക് കഴിയും. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്നു,
ശതാധിപന്റെ വീട്ടിൽ നടന്ന ദൈവപ്രവൃത്തി ഇന്ന് ഈ വചനത്തിൻ്റെ ആലോചന കേൾക്കുന്ന ഓരോ വീടുകളിലും നടക്കട്ടെ. നൂറുകണക്കിന് രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. പൈശാചിക പീഡകൾ പൊട്ടിമാറട്ടെ. അങ്ങയുടെ മക്കൾ ഇന്ന് രാവിലെ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനവും സ്വാതന്ത്ര്യവും ദൈവകൃപയും അനുഭവിച്ചുകൊണ്ട് കർത്താവിൽ ഇവർ ഇന്ന് രാവിലെ സന്തോഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം ഇവരുടെ ഭാരങ്ങളെ നീക്കുന്നതിനായി, എൻ്റെ കർത്താവ് ഇവരുടെ വിഷയങ്ങളെ പരിഹരിക്കുന്നതിനായി, എൻ്റെ ദൈവം ഇവർക്ക് വേണ്ടി വഴികൾ തുറക്കുന്നതിനായി ഞാൻ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം മുഴുവനും ഇവരെ കൃപയിൽ നിലനിർത്തേണമേ. എല്ലാം നന്മയ്ക്കാക്കി തീർക്കണം പൊന്നു പിതാവേ, യേശുവിൻ്റെ മഹോന്നതമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. എനിക്ക് നിങ്ങളെ കാണണം, എനിക്ക് നിങ്ങളോട് മിണ്ടണം, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾക്കായി ശുശ്രൂഷിക്കണം. നിങ്ങൾ വരണം അതിനെൻ്റെ അരികിൽ. കോട്ടയത്താണ് നമുക്ക് കാണാനുള്ള സ്ഥലം. കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിൽ മന്നാകുളത്തിൽ എന്ന് പറയുന്നൊരു ബിൽഡിംഗ് ഉണ്ട്. പ്രധാനമന്ത്രി ജൻ ഔഷധിയൊക്കെയുള്ള പുതിയൊരു ഹോട്ടൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അവിടെയാണ്, അതിൻ്റെ 7ാം നിലയിലാണ് നമ്മുടെ കൂട്ടായ്മ നടക്കുന്നത്. ലിഫ്റ്റുണ്ട്, നടന്ന് ബുദ്ധിമുട്ടുണ്ട്. വികലാംഗരായ മനുഷ്യർക്ക് പോലും പ്രയാസം കൂടാതെ വരാൻ പറ്റുന്നൊരിടമാണ്. കയറുക, 7ാമത്തെ ബട്ടൺ ഞെക്കുക, നേരെ കയറിപ്പോരുക. നമ്മുടെ സഭ ഒരു സ്പെഷ്യൽ ചർച്ചാണ്. അത് പറയാനുള്ള കാരണം അവിടെ സ്നേഹം ഒരുപാടുണ്ട്, കരുതലേറെയുണ്ട്. നിങ്ങളെ അന്വേഷിക്കാൻ ഞങ്ങളുണ്ട്, നിങ്ങളോട് സഞ്ചരിക്കാൻ ഞങ്ങളുണ്ട്. എനിക്ക് നിങ്ങളെ സ്നേഹിക്കണം, എനിക്ക് നിങ്ങളെ വേണം. നിങ്ങൾ എൻ്റെ കൂടെ വരണേ. നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിക്കണം. ഈ ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ദൈവമക്കളെ. കർത്താവ് നമ്മളെ ഉയർത്തും. നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവിൽ യാത്ര ചെയ്യണം. ഞാൻ നിങ്ങളെ ചർച്ചിലേക്ക് ക്ഷണിക്കുന്നു. ഈ വരുന്ന ഞായറാഴ്ച, വെള്ളിയാഴ്ച ദിവസങ്ങളിലെല്ലാം കൂട്ടായ്മകളുണ്ട്. ഒരുപാട് പ്രിയപ്പെട്ടവരാണ് ഈ ദിവസങ്ങളിൽ വന്ന് ദൈവകൃപ അനുഭവിക്കുന്നത്. യേശു ഒത്തിരി നമ്മളെ സ്നേഹിക്കുന്നു. ഈ കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കുന്നു. നമുക്ക് ഈ കർത്താവിനെ വിശ്വസിക്കാം. നമ്മുടെ യേശുവിനെ പോലെ ഇത്ര ജെന്യുവനായ ഒരാൾ വേറെ ഇല്ല. ഇന്ന് പകൽ മുഴുവൻ കർത്താവ് നിങ്ങളെ ജയോത്സവമായി നടത്തും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, യേശുവിൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.